1930 പ്ലൂട്ടോയെ കണ്ടെത്തുമ്പോൾ അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അതിരിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്രഹമാണെന്നായിരുന്നു കരുതിയത്. എന്നാൽ 1990കളിൽ പ്ലൂട്ടോയ്ക്ക് സമീപം വേറെയും വസ്തുക്കളെ കണ്ടെത്താൻ തുടങ്ങി. കാലക്രമേണ കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ പ്ലൂട്ടോ ശരിക്കും വലിയൊരു ഘടനയിലെ ഒരു വസ്തു മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഘടനയെ ഇന്ന് നമ്മൾ കൈപ്പർ ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റ് കഴിയുമ്പോഴാണ് കൈപ്പർ ബെൽറ്റ് മേഖല തുടങ്ങുന്നത്. അതായത് 450 കോടി കിലോമീറ്ററുകൾക്കപ്പുറം മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് പോലെ ധാരാളം പാറ കഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് കൈപ്പർ ബെൽറ്റ്. പക്ഷേ കൈപ്പർ ബെൽറ്റ് ഒരുപാട് വലുതാണ്. ആസ്ട്രോയിഡ് ബെൽറ്റിനാകെ 15 കോടി കിലോമീറ്റർ വീതിയേ ഉള്ളൂ. താരതമ്യേന പറഞ്ഞാൽ സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ദൂരവും 15 കോടി കിലോമീറ്റേഴ്സ് ആണ്. എന്നാൽ കൈപ്പർ ബെൽറ്റിന് ഏകദേശം 300 കോടി കിലോമീറ്റർ വീതിയുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്നും 750 കോടി കിലോമീറ്ററുകൾക്കകലെ എത്തുമ്പോഴാണ് കൈപ്പർ ബെൽറ്റ് അവസാനിക്കുന്നത്. ഇത്രയും ദൂരത്തിലായതിനാൽ ഇതായിരിക്കും നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അതിരെന്നായിരുന്നു പണ്ട് നമ്മൾ കരുതിയത്. എന്നാൽ 1977 വിക്ഷേപിച്ച നാസയുടെ വോയേജർ പേടകങ്ങൾ സൗരയൂഥത്തിന്റെ ഹീലിയോപൗസ് എന്നൊരു മേഖല കണ്ടെത്തി. സൂര്യനിൽ നിന്നും ഏകദേശം 1850 കോടി കിലോമീറ്ററുകൾക്കപ്പുറമാണ് ഹീലിയോപൗസ്. ഇവിടെയാണ് സൂര്യന്റെ സൗരക്കാറ്റ് ചെന്ന് നിൽക്കുന്നത്. ഹീലിയോപൗസ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർസ്റ്റെല്ലാർ സ്പേസ് ആയി. അതുകൊണ്ട് തന്നെ ഹീലിയോപൗസിനെ നമുക്ക് സൗരയൂഥത്തിന്റെ അതിരായിട്ട് പരിഗണിക്കാം. അങ്ങനെ 2012 ഹീലിയോപൗസ് കടന്നുപോയ വോയേജർ 1 ആദ്യമായി സൗരയൂഥത്തിന് പുറത്തുപോയ പേടകമായി. അതിന് പിന്നാലെ 6 വർഷങ്ങൾക്ക് ശേഷം വോയേജർ 2ഉം സൗരയൂഥം കടന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പേടകങ്ങൾ ഇപ്പോഴും സൗരയൂഥത്തിന്റെ അതിര് കടന്നിട്ടില്ല. കാരണം സൗരയൂഥത്തിന്റെ ശരിക്കുമുള്ള അതിര് കൈപ്പർ ബെൽറ്റുമല്ല ഹീലിയോപൗസുമല്ല. പകരം സൂര്യനിൽ നിന്നും 30,000 കോടി കിലോമീറ്ററുകൾക്കകലെ മഞ്ഞിൽ നിർമ്മിതമായ വലിയൊരു മേഘരൂപീകരണമുണ്ട്. ഈ മേഘമാണ് സൗരയൂഥത്തിന്റെ ശരിക്കുമുള്ള അതിര്. അതാണ് ഊർട്ട് ക്ലൗഡ്. ആദ്യമേ തന്നെ പറയട്ടെ, ഊർട്ട് ക്ലൗഡ് എന്നത് യാഥാർത്ഥ്യമെന്നതിലുപരി നിലവിലത് ശരിക്കും ഒരു സിദ്ധാന്തമാണ്. സിദ്ധാന്തമനുസരിച്ച് സൂര്യനിൽ നിന്നും ഒരുപാട് അകലെ കോടാനുകോടി വസ്തുക്കൾ സൗരയൂഥത്തിന് ചുറ്റും വലിയൊരു ബബിൾ പോലെ, അതായത് വലിയൊരു ഗോളം പോലെ നിൽക്കുകയാണ്. ഇതിൽ ചെറിയ മണൽത്തരിയുടെ അത്ര വലിപ്പം മുതൽ പല കിലോമീറ്ററുകളോളം വ്യാസമുള്ള വലിയ വസ്തുക്കൾ വരെയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ ഗോളാകൃതിയിൽ രൂപം കൊള്ളാൻ മാത്രം വ്യാസമുള്ള വലിയ വസ്തുക്കളൊന്നും ഉണ്ടായിരിക്കില്ല. ഈ വസ്തുക്കളിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് ജലമാണ്. ജലത്തിന് പുറമെ മീഥെയ്നും അമോണിയയും അതുപോലെയുള്ള മറ്റ് വാതകങ്ങളും പിന്നെ പലതരം പൊടി പദാർത്ഥങ്ങളും ഉണ്ടായിരിക്കും. ഇവയെല്ലാം തന്നെ കഠിനമായ തണുപ്പ് കാരണം തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റിൽ നിന്നും കൈപ്പർ ബെൽറ്റിൽ നിന്നുമെല്ലാം ഊർട്ട് ക്ലൗഡിനെ വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാന ഘടകമെന്നത് ഇതിന്റെ ഓർബിറ്റാണ്. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന അതേ സമതലത്തിലൂടെയാണ് മറ്റ് 2 ബെൽറ്റുകളും സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവയെ ബെൽറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഊർട്ട് ക്ലൗഡ് അങ്ങനെയല്ല. അവയ്ക്ക് സൂര്യനെ വലം വയ്ക്കാൻ കൃത്യമായ ഒരു സമതലം ഒന്നുമില്ല. പകരം അവ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യന് ചുറ്റും ഒരു വലിയ ഗോളമായിട്ടാണ് നിലനിൽക്കുന്നത്. ഏത് ദിശയിലൂടെ വേണമെങ്കിലും അവ സൂര്യനെ ഓർബിറ്റ് ചെയ്യും. ഊർട്ട് ക്ലൗഡ് ശരിക്കും വളരെ വളരെ വലിയൊരു ഘടനയാണ്. ഊർട്ട് ക്ലൗഡിനെയാണ് സൗരയൂഥത്തിന്റെ അതിരായിട്ട് പരിഗണിക്കുന്നതെങ്കിൽ ഇതുവരേക്കും ഒരു പേടകവും സൗരയൂഥം കടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം സൂര്യനിൽ നിന്നും ഏകദേശം 2000 ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾക്ക് അകലെ മുതലാണ് ഊർട്ട് ക്ലൗഡ് തുടങ്ങുന്നത് തന്നെ. എന്നുവെച്ചാൽ 30,000 കോടി കിലോമീറ്ററുകൾക്കകലെ. പ്ലൂട്ടോ പോലും സൂര്യനിൽ നിന്നും വെറും 40 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലാണെന്ന കാര്യം ഓർക്കണം. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ദൂരമാണ്. അതായത് ഏകദേശം 15 കോടി കിലോമീറ്റർ. ഇതുവരേക്കും മനുഷ്യരയച്ച പേടകങ്ങളിൽ ഏറ്റവും അകലെ എത്തിയത് വോയേജർ 1 ആണ്. അതിപ്പോൾ സൂര്യനിൽ നിന്നും 162 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരം വരെ എത്തിയതേയുള്ളൂ. ഇത് ഊർട്ട് ക്ലൗഡിലേക്ക് പ്രവേശിക്കാൻ തന്നെ ഇനിയും 300 മുതൽ 500 വർഷങ്ങൾ വരെ സമയമെടുക്കും. വീണ്ടും 10,000 കണക്കിന് വർഷങ്ങളോളം കഴിഞ്ഞ് ഇതിന് ഊർട്ട് ക്ലൗഡ് കടന്ന് പുറത്തു പോകാനാകൂ. ഊർട്ട് ക്ലൗഡ് അവസാനിക്കുന്നത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ നിഗമന പ്രകാരം ഇത് മിക്കവാറും 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരം വരെ ഉണ്ടായിരിക്കും. 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഏതാണ്ട് 1.5 പ്രകാശ വർഷമാണ്. ഓർക്കുക, പ്രോക്സിമ സെന്റോറി എന്ന നക്ഷത്രം പോലും വെറും 4 പ്രകാശ വർഷങ്ങൾക്കകലെയാണ്.
നമുക്ക് പ്രകാശവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും സൂര്യനിലെത്താൻ വെറും 8.5 മിനിറ്റുകൾ മതി. സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂണിലെത്താൻ, അതായത് സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ ഗ്രഹത്തിലെത്താൻ 4 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. ശേഷം കൈപ്പർ ബെൽറ്റ് കടക്കാൻ വീണ്ടും 3 മണിക്കൂറുകൾ കഴിയണം. അവിടെ നിന്നും ഹീലിയോപൗസ് വരെ എത്താൻ വീണ്ടും 10 മണിക്കൂറുകൾ എടുക്കും. എന്നുവെച്ചാൽ പ്രകാശവേഗത്തിലാണെങ്കിൽ സൗരയൂഥം കടക്കാൻ ഒരു ദിവസം പോലും വേണ്ട. പക്ഷെ ഈ ദൂരം പോലും ഊർട്ട് ക്ലൗഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. കാരണം പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാലും ഊർട്ട് ക്ലൗഡിന്റെ തുടക്കത്തിലെത്താൻ തന്നെ 10 ദിവസങ്ങളിൽ കൂടുതൽ സമയമെടുക്കും. ഊർട്ട് ക്ലൗഡിന്റെ പുറത്തു കടക്കാൻ 1.5 വർഷങ്ങളോളം സമയം വേണം. അത്രയേറെ അകലെയാണ് ഊർട്ട് ക്ലൗഡ്. ഇത്രയും ദൂരത്തിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ സൂര്യൻ മിൽക്കി വേയിലുള്ള മറ്റ് നക്ഷത്രങ്ങൾക്ക് സമാനമായിട്ടേ തോന്നുകയുള്ളൂ. എന്നുവെച്ചാൽ അത്രയും ചെറുതായിട്ടായിരിക്കും സൂര്യനെ കാണുന്നത്. ഇതിലുള്ള വസ്തുക്കൾക്കൊന്നും കൃത്യമായി ഒരു ഓർബിറ്റില്ല. ഓരോ വസ്തുവും വ്യത്യസ്തമായ ഓർബിറ്റിലൂടെയാണ് സൂര്യനെ വലം വെക്കുന്നത്. അതുമാത്രമല്ല, ഒരു വസ്തുവിന്റെയും ഓർബിറ്റും സ്ഥിരവുമായിരിക്കില്ല. അതിന്റെ പ്രധാന കാരണം ഇവ ഒരുപാട് അകലെയായതിനാൽ ഇവയിലുള്ള സൂര്യന്റെ ഗ്രാവിറ്റി വളരെ ദുർബലമായിരിക്കും. അതിനു പുറമെ സമീപമുള്ള മറ്റ് നക്ഷത്രങ്ങളുടെയും പിന്നെ മിൽക്കി വേയിലുള്ള വലിയ ഘടനകളുടെയും ഗ്രാവിറ്റി കാരണവും ഊർട്ട് ക്ലൗഡിലെ വസ്തുക്കളുടെ ഓർബിറ്റുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 10,000 മുതൽ പല ലക്ഷക്കണക്കിന് വർഷക്കാലം കൊണ്ടായിരിക്കും ഈ വസ്തുക്കൾ സൂര്യന് ചുറ്റും ഒരു തവണ വലം വയ്ക്കുന്നത്. ചില വസ്തുക്കളാണെങ്കിൽ 100 കോടി വർഷങ്ങളോളം വരെ സമയമെടുക്കും. ചില സമയങ്ങളിൽ ഈ വസ്തുക്കളുടെ ഓർബിറ്റിൽ വരുന്ന വ്യതിയാനം അവയെ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് അയക്കും. അതായത് അവ സൗരയൂഥത്തിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കും. അതാണ് നമ്മൾ കാണുന്ന കോമറ്റ്സ് അഥവാ വാൽ നക്ഷത്രങ്ങൾ. ഊർട്ട് ക്ലൗഡ് ഒരുപാട് അകലെയായതിനാലും അവിടെ പൂർണ്ണമായ അന്ധകാരമായതിനാലും പിന്നെ ഊർട്ട് ക്ലൗഡിലെ വസ്തുക്കളുടെ തീരെ ചെറിയ വലിപ്പവും കാരണം ഇതുവരേക്കും ഊർട്ട് ക്ലൗഡിലുള്ള ഒരു വസ്തുവിനെ പോലും നേരിട്ട് ഊർട്ട് ക്ലൗഡിൽ നിൽക്കുന്നത് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് അകലിൽ നിന്നും വരുന്ന കോമറ്റ്സിന്റെ ഉറവിടം എവിടെ നിന്നുമാണെന്ന സംശയത്തിന്റെ ഏറ്റവും ഉത്തമമായ വിവരണമാണ് ഊർട്ട് ക്ലൗഡ്. ഇവ എങ്ങനെയാണ് ഇത്രയും ദൂരത്തിൽ ചെന്ന് പെട്ടതെന്ന് കൃത്യമായും നമുക്കറിയില്ല. പക്ഷേ നിഗമനപ്രകാരം സോളാർ സിസ്റ്റം രൂപം കൊള്ളുന്ന സമയത്തിൽ പൊടികളും പാറക്കഷ്ണങ്ങളും പദാർത്ഥങ്ങളുമെല്ലാം വലിയ ഗ്രഹങ്ങളുടെ ഗ്രാവിറ്റി കാരണം സൗരയൂഥത്തിൽ മുഴുവനും ചിന്നിച്ചിതറി. അതിൽ പല ട്രില്യൺ കണക്കിന് വസ്തുക്കൾ കൂടിച്ചേർന്ന് പിന്നീട് ആസ്ട്രോയിഡ് ബെൽറ്റും കൈപ്പർ ബെൽറ്റും രൂപം കൊണ്ടു. എന്നാൽ വലിയൊരു ശതമാനം വസ്തുക്കളും ഒരുപാട് അകലേക്ക് തൂക്കിയെറിയപ്പെട്ടു. ജൂപ്പിറ്ററിന്റെയും സാറ്റേണിന്റെയും ഗ്രാവിറ്റി തന്നെയായിരിക്കും അതിന്റെ കാരണം. ഇതിൽ ഭൂരിഭാഗം വസ്തുക്കളും സൗരയൂഥം വിട്ട് തന്നെ പുറത്തു പോയിട്ടുണ്ടാകും. എന്നാൽ കുറച്ച് വസ്തുക്കൾക്ക് സൂര്യന്റെ ഗ്രാവിറ്റിയെ ഭേദിച്ച് പുറത്തു പോകാനുള്ള വേഗത പൂർണ്ണമായും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവ ഒരുപാട് അകലെ എത്തിയതിനാൽ അവയിൽ സൂര്യനുള്ള ഗ്രാവിറ്റി തീരെ ദുർബലമായി. അങ്ങനെ അവ സൗരയൂഥത്തിൽ നിന്നും പുറത്തു പോയതുമില്ല. എന്നാൽ അതേസമയം സൂര്യന് ചുറ്റും ഒരു കൃത്യമായ ഓർബിറ്റിലായതുമില്ല. അങ്ങനെ ലൈറ്റിന് ചുറ്റും വലം വയ്ക്കുന്ന പ്രാണികളെ പോലെ കുറെ വസ്തുക്കൾ സൂര്യന് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഊർട്ട് ക്ലൗഡ് രൂപം കൊണ്ടത്. ഇതിനു പുറമെ മറ്റൊരു വലിയ സാധ്യത എന്നത് ഒരുപക്ഷെ സൗരയൂഥത്തിന് പുറത്തു നിന്നും വന്ന വസ്തുക്കൾ ഊർട്ട് ക്ലൗഡിൽ കുടുങ്ങിപ്പോയതായിരിക്കാം. അങ്ങനെ ചിന്തിക്കാനുള്ള പ്രധാന കാരണം സാധാരണ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത് ഒറ്റയ്ക്കായിരിക്കില്ല. പകരം ഒന്നിലധികം നക്ഷത്രങ്ങൾ രൂപം കൊള്ളും. അതുമാത്രമല്ല, രൂപം കൊള്ളുന്ന സമയത്തിൽ ഇവയെല്ലാം വളരെ അടുത്തായിരിക്കും നിലനിൽക്കുന്നത്. അതുപോലെ നിഗമനപ്രകാരം ഏകദേശം 400ഓളം നക്ഷത്രങ്ങൾ രൂപം കൊണ്ടതിനോടൊപ്പമാണ് നമ്മുടെ സൂര്യനും ഉണ്ടായത്. എല്ലാ നക്ഷത്ര വ്യൂഹങ്ങളിലും ഇതുപോലെ ചെറിയ വസ്തുക്കൾ രൂപം കൊള്ളുകയും അവ പുറന്തള്ളപ്പെടുകയും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ പുതിയ നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ബഹിരാകാശം നിറയെ ഇത്തരം വസ്തുക്കൾ ധാരാളം ഉണ്ടായിരിക്കും. കാലക്രമേണ അവ ഓരോ നക്ഷത്രങ്ങളുടെയും ഗ്രാവിറ്റിക്കുള്ളിൽ കുടുങ്ങിപ്പോയതായിരിക്കും. അങ്ങനെയും ഊർട്ട് ക്ലൗഡ് രൂപം കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഊർട്ട് ക്ലൗഡ് എന്ന ആശയം രൂപപ്പെടുത്തിയിട്ട് 1 നൂറ്റാണ്ടോളം കാലമായി. പക്ഷെ എന്നിട്ടും ഊർട്ട് ക്ലൗഡ് നിലനിൽക്കുന്നുണ്ടെന്ന് 100% സ്ഥിരീകരിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. നിലവിൽ ഊർട്ട് ക്ലൗഡ് ഉണ്ടെന്ന് കരുതാനുള്ള ഏറ്റവും പ്രധാന തെളിവ് ലോങ് പീരീഡ് കോമറ്റ്സ് മാത്രമാണ്. 200 വർഷങ്ങൾക്കുള്ളിൽ സൂര്യനെ ഒരു തവണ വലം വയ്ക്കുന്ന കോമറ്റ്സ് ആണ് ഷോർട്ട് പീരീഡ് കോമറ്റുകൾ. ഇത്തരം വാൽനക്ഷത്രങ്ങൾ കൈപ്പർ ബെൽറ്റിൽ നിന്നുമാണ് വരുന്നത്. അതിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഹാലീസ് കോമറ്റ്. 76 വർഷങ്ങളുടെ ഇടവേളകളിലാണ് ഇത് സൂര്യനെ വലം വയ്ക്കുന്നത്. എന്നാൽ സൂര്യനെ വലം വയ്ക്കാൻ 200 വർഷങ്ങളിൽ കൂടുതൽ സമയമെടുക്കുന്ന കോമറ്റ്സ് ആണ് ലോങ് പീരീഡ് കോമറ്റ്സ്. ഇതുവരെ കണ്ടിട്ടുള്ള ഒട്ടുമിക്ക ലോങ് പീരീഡ് കോമറ്റ്സിനെയും യഥാർത്ഥത്തിൽ ഒരേ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിൽ ചില കോമറ്റുകളാണെങ്കിൽ അവസാനം സോളാർ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് വന്ന സമയം ഭൂമിയിലെ ജീവൻ കരയിലേക്ക് കയറിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല.
എന്തായാലും 1950കളിൽ ഡച്ച് ആസ്ട്രോണമർ ആയിരുന്ന ജോൺ ഊർട്ടാണ് ഊർട്ട് ക്ലൗഡ് എന്ന സിദ്ധാന്തം മുന്നോട്ട് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഇതിന് ഊർട്ട് ക്ലൗഡ് എന്ന് പേര് നൽകിയത്. പക്ഷേ അദ്ദേഹം ഈ സിദ്ധാന്തം രൂപപ്പെടുത്താൻ ഒരു കൃത്യമായ കാരണമുണ്ട്. ഉൽക്കകളും കോമറ്റുകളും മറ്റു വസ്തുക്കളുമെല്ലാം 450 കോടി വർഷങ്ങൾക്ക് മുന്നേ സൗരയൂഥത്തിന്റെ ആരംഭകാലത്തിലാണ് രൂപം കൊണ്ടത്. ആസ്ട്രോയിഡുകളിലും മറ്റു വസ്തുക്കളിലുമെല്ലാം കൂടുതലും ലോഹ പദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് അവ ഇന്നും നിലനിൽക്കുന്നതിൽ അതിശയിക്കാനൊന്നും തന്നെയില്ല. എന്നാൽ കോമറ്റുകൾ മുഴുവൻ ഐസ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. അതിനാൽ തന്നെ ഭൂരിഭാഗം കോമറ്റുകളും പണ്ടേ തന്നെ ഉരുകി തീർന്നു പോകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് സോളാർ സിസ്റ്റത്തിൽ കോമറ്റ്സ് വളരെ അപൂർവമായിരിക്കണം. പക്ഷെ ഇന്നും നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ധാരാളം കോമറ്റ്സിനെ കാണാം. അങ്ങനെയെങ്കിൽ സൗരയൂഥത്തിന്റെ ഒരുപാട് അകലെ കോമറ്റുകളുടെ വലിയൊരു ശേഖരണി ഉണ്ടായിരിക്കും. അതിനു പുറമെ അദ്ദേഹം ഒരുപാട് കോമറ്റുകളെ നിരീക്ഷിച്ചപ്പോൾ അവയിൽ നല്ലൊരു ശതമാനം കോമറ്റുകളും ഏറ്റവും കുറഞ്ഞത് സൂര്യനിൽ നിന്നും ഏകദേശം 2000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലെങ്കിലുമായിരിക്കും. മറ്റൊരു കാര്യം, സൗരയൂഥത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന ലോങ് പീരീഡ് കോമറ്റുകളെല്ലാം തന്നെ വ്യത്യസ്തമായ ദിശകളിൽ നിന്നുമാണ് വരുന്നത്. അവയൊന്നും ഗ്രഹങ്ങളുടെ ഓർബിറ്റൽ പ്ലെയിനുമായിട്ട് യോജിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അകലെയുള്ള കോമറ്റ് സംഭരണിക്ക് ഒരുപക്ഷെ ഗോളാകൃതിയായിരിക്കുമെന്നും അദ്ദേഹം ഊഹിച്ചു. ഇങ്ങനെയാണ് ഊർട്ട് ക്ലൗഡ് സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് ഊർട്ട് ക്ലൗഡ് വെറുമൊരു ആശയം മാത്രമാണെന്ന് പറയാൻ കഴിയില്ല, മറിച്ച് അത് ലോങ് പീരീഡ് കോമറ്റുകളുടെ ഏറ്റവും സാധ്യതയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ജാൻ ന്യൂട്ടന് മുന്നേ 1930-ൽ ഏൺസ്റ്റ് ഓപ്പിക് എന്നൊരു എസ്റ്റോണിയൻ ആസ്ട്രോണമറും യഥാർത്ഥത്തിൽ ഊർട്ട് ക്ലൗഡിന് സമാനമായ ഒരു ആശയം ഉന്നയിച്ചിരുന്നു. പക്ഷേ ജാൻ ന്യൂട്ടാണ് അത് കൂടുതൽ വ്യക്തമായി വിവരിച്ചതും തെളിവുകൾ കണ്ടെത്തിയതും. എന്തായാലും നിലവിലത്തെ നിഗമനം അനുസരിച്ച് ഇത്രയും വലിപ്പമുള്ള ഘടനയാണെങ്കിൽ പോലും ഊർട്ട് ക്ലൗഡിന് മൊത്തത്തിൽ പരമാവധി ഭൂമിയുടെ 5 മടങ്ങ് മാസ് മാത്രമേ ഉണ്ടായിരിക്കൂ. താരതമ്യേന പറഞ്ഞാൽ കൈപ്പർ ബെൽറ്റിന് ഭൂമിയുടെ പരമാവധി 10% മാസ് മാത്രമേയുള്ളൂ. എന്നിരുന്നാലും ഊർട്ട് ക്ലൗഡിന്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ 5 മടങ്ങ് മാസ് എന്നത് വളരെ നിസ്സാരമാണ്.